ഹലോ എവ്രി വൺ, ദിസ് അഹമ്മദ് അഫ്സൽ. ഒരു നാട്ടിലേക്ക് ഒരു ടോള് കടന്നു വരുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എത്രമാത്രമാണ് നിങ്ങൾക്കറിയോ? ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിരിക്കുന്നത് അതിലൂടെ പോകുന്ന വണ്ടികൾക്ക് മാത്രമാണ് ഈ ഇഷ്യൂ ഉണ്ടാകുന്നതല്ല. നമ്മളിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മെജോറിറ്റി ഓഫ് ദി ഫുഡ് ഐറ്റംസും വരുന്നത് മംഗലാപുരം ആ ഭാഗത്തു നിന്നാണ്. അവിടുന്ന് വരുന്ന വണ്ടി ടോളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിലേക്കുള്ള കോസ്റ്റ് കൂടും, നമ്മളെ സാധനങ്ങൾക്കൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ വെച്ചാൽ ടോൾ ഉള്ളത് കാരണം പബ്ലിക്ക് മിക്കവാറും ഇങ്ങോട്ടേക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് മാക്സിമം കുറയ്ക്കും. ടോൾ ഇല്ലാത്ത ഭാഗത്തേക്ക് പോകും. അപ്പോൾ സാധാരണക്കാരനായ ജനങ്ങളെ അത് ബാധിക്കും. അതേപോലെ ടോൾ ഉള്ളത് കാരണം ആളുകൾ സ്ഥലവും മറ്റും നമ്മളെ ചുറ്റുപാടിൽ എടുക്കാൻ മടി കാണിക്കും. അപ്പോൾ നമ്മളെ ലാൻഡിൻ്റെയും ഡിമാൻഡ് നല്ലോണം കുറയും. അപ്പോൾ ഈ ടോൾ വരുന്നതിലൂടെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒന്നുമില്ല. പോസിറ്റീവ് എന്ന് പറയുന്നത് അവിടെ ആകെ ഒരു 10-15 പേർക്കായിരിക്കും ജോലി കിട്ടുമായിരിക്കും. മേ ബി നാറ്റീവുള്ള ആൾക്ക് കിട്ടുമെന്നും അറിയില്ല. അപ്പോൾ അതല്ലാണ്ട് നമ്മളിന്ന് ഏകദേശം 20 കിലോമീറ്ററോ മറ്റോ ആയിട്ട് ഇല്ലീഗലായിട്ടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ടോൾ വരുന്നുള്ളതും. അതുകൊണ്ട് അതിനെതിരെ നമ്മൾ ഓരോ സാധാരണക്കാരും പ്രതിഷേധിക്കുക, നാളത്തെ മാർച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.